അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് വുളൂഇന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും വുളൂഇന്റെ പരിപൂർണ രൂപങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് പറയാൻ പോകുന്നത് വുളൂഅ് മുറിയുന്ന കാര്യങ്ങളാണ്. വുളൂഅ് മുറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. കാരണം അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക അത് വുളൂഅ് മുറിയുന്ന കാര്യമാണ്. അതിലേക്ക് പറഞ്ഞു വരാം. അപ്പോൾ ആ വിഷയം അന്യ സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാണ്, ആരെയൊക്കെ തൊട്ടാലാണ് വുളൂഅ് മുറിയുന്നത്? വുളൂഅ് മുറിയുക എന്ന് പറയുമ്പോൾ വിവാഹബന്ധം ഹലാലായവർ, വുളൂഅ് മുറിയൂല എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായവർ. അങ്ങനെ വിവാഹബന്ധം ഹറാമായവരെ നോക്കുമ്പോൾ, അതായത് തൊട്ടാൽ വുളൂഅ് മുറിയാത്ത ആളുകളെ നോക്കുമ്പോൾ അത് 3 തരത്തിൽ വരുന്നുണ്ട്. അതായത് രക്തബന്ധത്തിലൂടെ, വിവാഹബന്ധത്തിലൂടെ, മുലകുടി ബന്ധത്തിലൂടെ. നമ്മളിവിടെ പറഞ്ഞത് തൊട്ടാൽ വുളൂഅ് മുറിയുന്ന ആളുകൾ, അവരെ നമുക്ക് കല്യാണം കഴിക്കാം എന്നാണ്. എന്നാൽ തൊട്ടാൽ വുളൂഅ് മുറിയുകയും വിവാഹം കഴിക്കൽ ഹറാമാവുകയും ചെയ്ത ആളുകളുണ്ട്. അതൊക്കെ നമുക്കിതിൽ ചർച്ച ചെയ്യേണ്ടവരാണ്. അത് നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം അത് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതാണ്, അത് കുറച്ച് സമയം നീണ്ടുപോകുന്നതാണ്. ഇന്ന് നമുക്ക് ഇവിടെ പറയാനുള്ളത് വുളൂഅ് മുറിയുന്ന കാര്യങ്ങളാണ്. ആ വുളൂഅ് മുറിയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വുളൂഅ് മുറിയുന്നത്. ഒരു വുളൂഅ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങളിൽ നിന്ന് ഒന്നുണ്ടായാൽ വുളൂഅ് മുറിയും. എന്താണത്? 1, മുന്തുവാരത്തിൽ കൂടിയോ പിന്തുവാരത്തിൽ കൂടിയോ മനീയ് അല്ലാത്ത, അതായത് ഇന്ദ്രിയം അല്ലാത്ത വല്ലതും പുറപ്പെടുക. അത് നമുക്ക് സാധാരണ അറിയുന്നതാണ്. മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ അല്ല കീഴ്വായു പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വുളൂഅ് മുറിയും. അത് മൂത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് മൂത്രം ഒഴിച്ചാലും അറിയാതെ മൂത്രം വന്നു പോയാലും ഒക്കെ വുളൂഅ് മുറിയും. ഇനി ഒരു മയ്യത്തിൽ നിന്നാണ് ഇങ്ങനെ വരുന്നതെങ്കിലോ, മയ്യത്ത് കുളിപ്പിച്ചു, വുളൂഅ് എടുപ്പിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം മയ്യത്തിന്റെ മുൻദ്വാരത്തിൽ നിന്നോ പിന്തുവാരത്തിൽ നിന്നോ വല്ലതും പുറപ്പെട്ടാൽ മയ്യത്തിന്റെ വുളൂഅ് മുറിയൂല. എന്നാൽ അത് കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. അത് നജസോട് കൂടി മറമാടാൻ കഴിയില്ല. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. എങ്ങനെയാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക? നല്ല ഉറക്കം കൊണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം കൊണ്ട്, അല്ലെങ്കിൽ ഭ്രാന്താവൽ കൊണ്ട്. ഒരു വുളൂഅ് ഉള്ള ആള്, അയാൾ നല്ല പാലൊന്ന് കിടന്നുറങ്ങി, അയാളുടെ വുളൂഅ് മുറിയും. അതുപോലെ തന്നെ ബോധക്ഷയോ ഭ്രാന്തോ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി, അതുപോലെ തന്നെ വുളൂഅ് മുറിയും. ഈ ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും, വുളൂഅ് മുറിയും എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 തരത്തിലുള്ള ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൂല എന്ന് പറയുന്നുണ്ട്. അതായത് വുളൂഅ് മുറിയൂല എന്ന്. ഏതാണ് ആ 2 ഉറക്കം? ഒന്ന്, തൂങ്ങി ഉറങ്ങുക. ചില ആളെ കണ്ടിട്ട് ഇങ്ങനെ തൂങ്ങി ഉറങ്ങും. അതായത് ചിലപ്പോ പള്ളിയിലൊക്കെ നേരത്തെ വന്നിട്ട് വുളൂഅ് എടുത്തിട്ട് ഇരുന്നിട്ടുണ്ട്, ചിലപ്പോ ബാങ്കിനെ വെയിറ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഇക്കാമത്തിനെ വെയിറ്റ് ചെയ്യായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് തൂങ്ങിപ്പോവുക. ആ ഉറക്കം കൊണ്ട് വുളൂഅ് മുറിയൂല. അതുപോലെ തന്നെ നമ്മുടെ ഇരിപ്പിടം, അത് ആ ഇരിക്കുന്ന സ്ഥാനത്ത് നല്ല പോലെ ഉറപ്പിച്ച് ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ തൂങ്ങി ഉറങ്ങുകയാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ വുളൂഉം മുറിയുകയില്ല. ഈ ഇരിപ്പിടം ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങുന്ന ആളുകളുടെ വുളൂഅ് മുറിയൂല എന്ന് പറയാൻ കാരണം, അവര് ഇരിപ്പിടം ഉറപ്പിച്ച് ഇരിക്കുമ്പോ പിന്തുവാരത്തിലൂടെ വല്ല കാറ്റോ കീഴ്വായോ വന്നാൽ അത് പുറത്തു പോകൂല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാള്, തടിയില്ലാത്ത ഒരാള്, അദ്ദേഹം എങ്ങനെ ഇരിപ്പിടം ഉറപ്പിച്ചാലും കീഴ്വായു പോകാനുള്ള വിടവോ അതിന് സാധ്യതയോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വുളൂഅ് മുറിയും. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക. ഏതാണ് മുൻകൈയിന്റെ പള്ള? ഇതാ ഈ നോക്കുമ്പോ കാണുന്ന ഈ ഭാഗമാണ് മുൻകൈയിന്റെ പള്ള. ഈ ഭാഗങ്ങളൊന്നും മുൻകൈയിന്റെ പള്ളയിൽ പെട്ടതല്ല. അതുപോലെ വിരലിന്റെ ഇടയിലുള്ള ഈ ഭാഗങ്ങളൊന്നും മുൻകൈയിന്റെ പള്ളയിൽ പെട്ടതല്ല. ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന ഈ ഭാഗങ്ങൾ മാത്രമേ മുൻകൈയിന്റെ പള്ളയിൽ പെടുന്നുള്ളൂ. അപ്പൊ ഈ ഭാഗം കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ അവന്റെ വുളൂഅ് മുറിയും, തൊട്ട ആളുടെ വുളൂഅ് മുറിയും. മുൻകൈയിന്റെ പള്ള കൊണ്ട് എന്ന് പറയുമ്പോ ഒരാള് ഡ്രസ്സിന്റെ മുകളിലൂടെയാണ്, വസ്ത്രത്തിന്റെ മുകളിലൂടെയാണ് ഗുഹ്യസ്ഥാനം തൊട്ടുപോയതെങ്കിൽ അത് മുൻകൈയിന്റെ പള്ള കൊണ്ടായെങ്കിലും വുളൂഅ് മുറിയുകയില്ല. പച്ചയായ നിലക്ക് തൊലിയും മുട്ടുന്ന രൂപത്തിൽ മുൻകൈയിന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളൂഅ് മുറിയുന്നത്. അത് ചെറിയ കുട്ടിയുടേതായാലും മുതിർന്നവരുടേതായാലും മയ്യത്തിൻ്റെതായാലും എങ്ങനെയായാലും മറ കൂടാതെ മുൻകൈയിന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുളൂഅ് മുറിയും. ഇനി നാലാമത്തത്, ഇവിടെയാണ് വിഷയം. വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക.
അതായത് ജസ്റ്റ് ഒന്ന് തൊലികൾ തമ്മിൽ ടച്ചായി പോയാൽ തന്നെ ഉളൂ മുറിയും. ഇതിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാലും ഉളൂ മുറിയും. അപ്പൊ ഇനി ഉളൂ മുറിയാത്ത ആളുകൾ ആരാണ്? അത് വിവാഹബന്ധം ഹറാമായവരാണ്. അവരാരൊക്കെയാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുലകുടി ബന്ധത്തിലൂടെയും രക്തബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയും അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വളരെ വിശദമായി ചർച്ച ചെയ്യാം. നേരത്തെ മുങ്കയ്യന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളൂ മുറിയും എന്ന് പറഞ്ഞത് ഒരു ആണിന്റെ ഗുഹ്യസ്ഥാനമാണ് തൊട്ടതെങ്കിൽ ആ തൊട്ടാളുടെ ഉളൂയെ മുറിയുള്ളൂ, തൊടപ്പെട്ട ആളുടെ ഉളൂ മുറിയുകയില്ല. പക്ഷെ ഇവിടെ അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ അവരുടെ രണ്ടാളുടെ ഉളൂ മുറിയും, തൊട്ടാളുടെയും തൊടപ്പെട്ട ആളുടെയും ഉളൂ മുറിയും. അത് അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ മുട്ടിപ്പോയതാണെങ്കിലും ഉളൂ മുറിയും. തൊലി എന്ന് പറഞ്ഞതില് നഖം ഒഴിവാണ്, മുടി ഒഴിവാണ്, അതുപോലെ പല്ല് ഒഴിവാണ്. പക്ഷെ അന്യ സ്ത്രീ പുരുഷന്മാരാകുമ്പോ ഇതൊന്നും കാണാനും പാടില്ല. കാണാൻ പാടില്ലെങ്കിൽ പിന്നെ തൊടാനും പാടില്ല. അപ്പൊ ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. 1, മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെടുക, ഇന്ദ്രിയമല്ലാത്ത വല്ലതും പുറപ്പെടുക. 2, ഉറക്കം കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3, മുൻകയ്യന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക. 4, വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് ഉളൂ മുറിയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് തൊട്ടാൽ ഉളൂ മുറിയുകയും മുറിയാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് അടുത്ത ഒരു വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാകുന്ന ഒരു വിഷയമാണ്. എല്ലാവരും നല്ലപോലെ കേൾക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ, നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാവട്ടെ, സ്വഭാവം നന്നാക്കി തെരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ച് തെരുമാറാവട്ടെ. നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി അല്ലാഹു തആല തുറന്നു തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.